ഇതൊക്കെ നമ്മൾ എങ്ങോട്ടാ പോകണമെന്നുള്ള കാര്യത്തെ പറ്റി വല്ലതും തീരുമാനമായോ? ആ അല്ല നിക്കണത് ഇപ്പൊ നിക്കണത് നമ്മൾ നിക്കണത് അല്ല കല്ലാർകുട്ടി. ഓക്കെ. ആ ആ തമിഴ്നാട് മൊത്തം കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരിത്തോട്ടം കാണാൻ കമ്പം പോണം. ഓക്കെ. നമ്മള് ഫിക്സ് ചെയ്തില്ല, അത് പെൻഡിങ് കിടക്കുമോ ഇതുവരെ? ഓക്കെ. എനിക്ക് മുന്തിരിത്തോട്ടം കാണാൻ പോകാൻ ആഗ്രഹം. ഓക്കെ, എന്നാ പോയി കളയാം. എന്നാ പിന്നെ ചലോ കമ്പം പോയി കളയാം. വീട്ടില് എന്റെ പുറകില് മുന്തിരിയുള്ള തോട്ടത്തിൽ പോകാറില്ല, പക്ഷെ കമ്പത്ത് പോയി കാണണം. ഇതൊക്കെയല്ല മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. പോവാം, കമ്പത്തേക്ക് പോവാം. അതിലെ പൊക്കോട്ടെ എന്നോർത്താണ്. ഇതിപ്പോ നല്ല വഴിയാ. ആ വഴിയുടെ വ്യൂ കൂട്ടി പണിത് അപ്പൊ ഇവിടെ ഷാപ്പിൽ കയറി നല്ല ഫുഡ് കിട്ടും. നല്ല ഫുഡ് കഴിക്കാം. മയിൽ ഫ്രൈ, നാടൻ കോഴി, എല്ലുകറി ഇത്യാദി, ഇടി കപ്പ എല്ല് ഇത്യാദി സാധനങ്ങൾ ആവശ്യം വേണമെങ്കിൽ കഴിക്കുക. ഇല്ലെങ്കിൽ ആവശ്യം വേണമെങ്കിൽ പാഴ്സല് ചെയ്യുക. ഇല്ല വേണ്ട, ഞങ്ങൾ പോട്ടെ. കാര്യം കമ്പനി സഹിക്കുന്നേ ഒരു ആംബിയൻസിൽ വന്നേ. വാ, അരമണിക്കൂർ സ്നേഹപൂർവ്വം ഇങ്ങനെ. അല്ലേ ഇന്ന് തിരിച്ചു വരുമോ? തിരിച്ചു വരും. ഇല്ല, നാളെ വേറെ പരിപാടി ഉണ്ടല്ലേ. ഉത്തരവാദിത്ത ബോധം ഇല്ല ഉണ്ടായി. തോന്നലും കറക്റ്റായിരുന്നു. കേരളത്തിലുള്ള സ്ഥലമാണ്. ബോർഡർ അവിടെ താഴേക്ക് ഒരു താഴെ ചെല്ലുമ്പം കമ്പായി കമ്പത്തുനിന്ന് തിരിഞ്ഞു പോകണം. നല്ല വണ്ടി ഇടിക്കുകയാണെങ്കിലും വേണ്ടില്ല, പറഞ്ഞ വണ്ടി. ഞങ്ങൾ ബേസിൽ പറഞ്ഞ പോലെ ആ ഷാപ്പിൽ കയറിയായിരുന്നു. വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഒരു മുയൽ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ഒരു പന്നി ഓർഡർ ചെയ്തു, കപ്പ പിടി കറി. വലിയ കുഴപ്പമെന്ന് പറയാനില്ല, നല്ലതാണ്. കള്ള് തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം കള്ളിനകത്ത് ഞങ്ങൾ കൈവച്ചില്ല. ഫുഡെങ്ങനെയുണ്ട്? ഫുഡ് മുയലെങ്ങനെയുണ്ട്? അതെയാണല്ലേ മുയൽ കഴിക്കുന്നത്? മുയൽ കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? വലിയ ഷാപ്പിൻ്റെ വലിയ എരിവൊന്നും ഇല്ല, അങ്ങനെ വലിയ ഒരാളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു സ്നാക്സ് ആയിട്ട് കഴിച്ചിട്ട് കമ്പമാണ് നമ്മുടെ ലക്ഷ്യം. കമ്പത്തിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം. എവിടുന്ന് 2 മണിക്കൂർ അവിടുന്ന്. ഞങ്ങളിഞ്ഞ് പോന വഴിക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. ഇത് എവിടെയാണ് ഇത് സ്ഥലം? എവിടെയാ? കല്ലാർകുട്ടി. പാറയുടെ ഭീകരത. വെള്ളമില്ല, പക്ഷെ പാറയുടെ ഭീകരത കാണിച്ചു തരാം കേട്ടോ. ഇത് നിറഞ്ഞു കാണുമ്പോൾ എന്ത് രസമായിരിക്കും. വെള്ളം അടിച്ചു കയറും അല്ലേ, ഇത്രയ്ക്ക് മുകളിൽ നിന്ന്. അതെ, എന്ത് രസമായിട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നെടുങ്കണ്ടം ടൗണിലെത്തി. നെടുങ്കണ്ടത്ത് നമ്മള് ഏതാ കൂട്ടാറ് വഴിയിട്ടാണ് ബോഡിമെട്ടോ കമ്പമെട്ട് പിന്നെ തമിഴ്നാട്ടിലേക്ക് കമ്പം ചെയ്ത് പോലെ. നമ്മള് ഫുഡ് കഴിക്കാൻ 2 മണിക്കൂർന്നാ പറഞ്ഞല്ലേ? 1 മണിക്കൂർ പോകുന്നില്ലേ? ഏകദേശമാണോ? ആ, നെടുങ്കണ്ടം ടൗണാ ഇത്. നെടുങ്കണ്ടം ടൗണാ. മാരുതിക്കാരൻ വട്ടം വെച്ചേക്കുവാണോ? തള്ളി സ്റ്റാർട്ടാക്കിയതാ. നല്ല സ്റ്റക്കായിക്കുന്ന നല്ല ഇറക്കാണല്ലോ. ഞായറാഴ്ച ആയിട്ടും നല്ല ഇറക്കണ്ടല്ലോ. അവധിയുള്ളൂ അല്ലേ? അടവല്ലേ? ജോലിയുള്ളത്. സാധനം മേടിക്കാനായിട്ട് സാധനം മേടിച്ചിട്ട് അവധിയുള്ളത്. അപ്പൊ അതാണ് ഇന്ന് തിരക്ക് വരാനുള്ള കാരണം.
കമ്പംമെട്ടിലേക്ക് നോക്കി ഇച്ചിരി മുന്നോട്ട് പോകുന്നു. നെടുങ്കണ്ടത്തോട് ഞമ്മളിവിടെ യൂട്ടേൺ എടുത്തിട്ട് നമ്മൾ ഇവിടെ വഴി ചോദിക്കുക ചെയ്തേ. വളരെ സൈനൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് ഇച്ചിരി അധികം പോകുന്നില്ല അല്ലേ. ആ പള്ളികളുണ്ട്, എന്ത് രസമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആഹാ, നല്ല തലയെടുപ്പില് ഏത് പള്ളിയാ പോലും നോക്കി, എന്ത് രസം നോക്കിയേ. ഈ പള്ളി നിങ്ങളുടെ സ്വന്തം പള്ളിയാണെന്ന് കമന്റ് ചെയ്യണേ. കമ്പംമെട്ട് ഈ റൈറ്റ് ആണോ? റൈറ്റ് ആ കിട്ടിയോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ സൈൻ ഉണ്ടല്ലോ. പൂപ്പാറ കമ്പംമെട്ട്. അതെ, അത് ഇങ്ങോട്ട് വന്ന വഴിക്ക് എഴുതി വെക്കണ്ടല്ലേ അല്ലേ. ഇതിന് മാതിരി ഇങ്ങോട്ട് വന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ആണല്ലേ കാണിച്ചേക്കുന്നത്. ഈ പാലത്തിന്റെ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാനല്ലേ പറഞ്ഞത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കമ്പംമെട്ട് എഴുതിയിട്ടുണ്ട്. ഉക്കുപാലം. ഈ കമ്പംമെട്ട് നോക്കിയാൽ മതിയല്ലോ. ഈ കമ്പംമെട്ട് ഇട്ടാൽ മതി അല്ലേ. വഴിയൊക്കെ നല്ല വഴിയാണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടുള്ള വഴി സൂപ്പർ വഴിയാണല്ലോ. വഴി മോശം. പെട്രോളിന് വില നന്നായി. ഇത് കൂടെ വേണം. അപ്പൊ അത് ഇനി 150 രൂപ ആകുവാണെങ്കിൽ 150 രൂപ കഴിഞ്ഞാൽ 2 ലെയർ ആക്കുമായിരിക്കും. അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ അല്ലേ. അല്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും വഴി സൗകര്യം ഇല്ലേ. ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ മിക്കവാറും വഴികളൊന്നും അങ്ങനെ വലിയൊരു മോശമുള്ള വഴി കണ്ടില്ല. ആ, ഉള്ള വഴി ക്ലീനാ, കട്ടറൊന്നും ഇല്ലാതെ സേഫ് ആയിട്ട് ഓടിക്കാവുന്ന. എടുക്കാൻ പറ്റത്തില്ല അധികം. ഇപ്പൊ അമേരിക്കൻ റെജിമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറുതെ ഒരു ഞായറാഴ്ച യാത്ര. ഞങ്ങൾ ആദ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മൂന്നാറാണ് ആദ്യമായിട്ട് വന്നത്. അളിയൻ്റെ കൂടെ വരുമ്പോൾ അറിയാമല്ലോ, അളിയൻ്റെ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പം മൂന്നാറിൽ കൊണ്ടുവരാതെ പുള്ളി വിടുന്ന പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളത് കൺവിൻസ് ചെയ്ത് കമ്പത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. കമ്പത്ത് ഇതുപോലെ മുന്തിരി തോട്ടമുണ്ട്, അവിടെ പോകാം. പിന്നെ എനിക്ക് തമിഴ്നാട് യാത്ര എനിക്ക് രസമാണ്. എനിക്ക് എൻ്റെ ഒരു വൈബാണ്, ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടുത്തെ ഫുഡും ദോശയൊക്കെ എനിക്ക് താല്പര്യമുള്ള കേസാണ്. കാരണം എന്നാൽ പിന്നെ കമ്പാക്കാന്ന് വെച്ച് ഞങ്ങൾ കമ്പത്തേക്കുള്ള യാത്രയാണ്. ആക്ച്വലി ഞങ്ങൾ കമ്പത്ത് ആ എയർപിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടാണ് ഈ ഇൻട്രോ പറയണത്. അവിടുത്തെ മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കാണണം. ചുമ്മാ ഒരു യാത്ര, ഒരു ഞായറാഴ്ച യാത്ര. അളിയനുണ്ട്, പുള്ളിയുടെ വൈഫുണ്ട്, ഒരു മോനുണ്ട്, പിന്നെ ബീന എൻ്റെ കൂടെ ഉണ്ട്. ബീനാണെങ്കിൽ അവിടെ പുറകെ നിൽക്കുന്നത്. അപ്പം നമുക്ക് യാത്രയിലേക്ക് സ്വാഗതം. നമുക്ക് യാത്രയോടും തുടരാം. ഇവിടുത്തെ വൈബിളിലെ ഒരു തമിഴ്നാട് ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു രസം, ഒരു ചുമ്മാ ചായ കുടിക്കുന്ന ഓർത്തുണ്ട്. ചെറിയൊരു കടയാണ്. ഇവിടെ ഇങ്ങനെ ഫ്രഷായിട്ട് ഒരു ചിപ്സൊക്കെ ബനാന ചിപ്സൊക്കെ വറുത്ത് പോകുന്നുണ്ട്. ഞങ്ങൾ ചിപ്സ് ഓർഡർ ചെയ്ത് 4 ചായയൊക്കെ ഓർഡർ ചെയ്ത് നല്ല രസം. നല്ലൊരു കേരളത്തിൻ്റെ മറ്റേ സൈഡ് 18 ഹെയർ പിന്ന് ഒക്കെ ഇറങ്ങി ആദ്യം വന്ന ഒരു ഗ്രാമത്തിലേക്ക് വന്നതാണ്. നിറച്ച് കൃഷിയൊക്കെ ആയിട്ട് കോണിൻ്റെ ഒക്കെ നല്ല കിട്ടും. മലയുടെയും ഒക്കെ ഒത്തിരി കൃഷിയുണ്ട്. തെങ്ങും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്നൊക്കെ ആയിരിക്കും കേരളത്തിലേക്കുള്ള പച്ചക്കറികളും കാര്യമൊക്കെ വരുന്നത്. അങ്ങ് നല്ല രസമാണ്. നന്നായിട്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ഒരു വൈബുള്ള ഒരു ചെറിയ ഗ്രാമം, ചെറിയ കടയും ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം പാർക്കിങ്ങുമായിട്ട്. ചായ പറഞ്ഞോ? ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കായൊക്കെ ഒരു ക്ലീൻ ചെയ്തുണ്ടാക്കണം. അതിൻ്റെ അപ്പുറം സമോസ ഉണ്ടാക്കണം, അവിടെ വറക്കണം. ചിപ്സിന് ഇച്ചിരി ഉപ്പ് കൂടുതലാന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പ് കുഴപ്പമില്ല. ഒരു ചെറിയ ടീ ബ്രേക്ക് അല്ലേ. നമ്മുടെ അടുത്തൊരു ചായയെ കുറിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുരളി വാട്ടർഫാൾസ് മീൻ സായം കൊണ്ട് അങ്ങോട്ട് പോകുന്ന കുറച്ച് നാവിഗേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വന്നപ്പോൾ ഒരുമാതിരി കേരളത്തിലെ ഒരു പഴയ കേരളത്തിൽ എത്തിയ പോലെ ഒരു പ്രതീതിയാണ്. നിറച്ച് നെൽപ്പാടങ്ങളും നെല്ലും പുളിയും. തമിഴ്നാട്ടിലെ പ്രത്യേകതയാണല്ലോ റോഡിന് 2 സൈഡിലും പുളിമരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്.
അതുപോലെ തന്നെ ഒത്തിരി തെങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കേരളത്തില് പണ്ടൊക്കെ കേരളത്തിലും കൊണ്ട് ഇപ്പൊ ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുവാണ്. കേരളത്തിൽ ചെന്ന പോലെയുള്ള ഒരു പ്രതീതി. ആ വിളഞ്ഞ നെല്ലിന്റെ മണമൊക്കെ നമ്മൾ ജില്ലൊക്കെ താത്തിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു ചാറ്റമഴയുണ്ട്, പക്ഷെ മഴവല്ലി ശല്യം ഉണ്ടാക്കുന്നൊന്നുമില്ല. എന്നാലും നല്ല രസകരമായ ഒരു ഡ്രൈവ്. ഈ മരം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, അങ്ങറ്റം വരെ പാടം ഇങ്ങനെ നിൽക്കാനില്ലേ. കേരളത്തിലെത്തിയ പോലെ തന്നെ എന്റെ എഴുത്ത് മാത്രം തമിഴിലാന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ തോട്ടില്. മുല്ലപ്പെരിയാറ് നമ്മുടെ വെള്ളം അടിച്ചിരുന്നാണോ? വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് കേരളത്തിലല്ലെന്ന് ആരെങ്കിലും പറയോ? തമിഴ്നാട്ടിലെന്നും പറയോ? കേരളം പോലെ തന്നെ. ഈ സൈൻ ബോർഡ് മാത്രം തമിഴിലുണ്ടെന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക്. അല്ലാത്തപ്പോ സുരുളി ഫാൾസ് 6.6 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി കാണാൻ വേണ്ടി ഈ തോട്ടത്തിലേക്ക് കയറുക. സാമ്പിൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മേടിക്കാനായിട്ടായിരിക്കും. പക്ഷേ വീഡിയോ ഓക്കെ ആയി. ഓക്കെ കുറച്ചുണ്ട് നടന്നു പോകുന്ന രീതിയിൽ ഇഷ്ടംപോലെ. ഇവിടുത്തെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇയർ അറൗണ്ട് ഇങ്ങനെ മുന്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. കാലാവസ്ഥയുള്ള കാരണം ഇയർ അറൗണ്ട് മുന്തിരി ഉണ്ട്. ഏതാ കൊള്ളാം അല്ലേ? കല്ലും കൊണ്ടുള്ള തൂണേൽ അല്ലേ പന്തലുണ്ടാക്കിയിട്ട്. ഇഷ്ടംപോലെ ഉണ്ട്, പഴുത്ത് നിൽക്കുക. അങ്ങനെ കുറച്ച് തിന്നാവോ? തിന്നാൻ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് കയറ്റിയല്ല, നെറ്റിട്ടേക്കുക. വേറെ സെക്ഷനായിട്ട് അവിടെ ഇട്ടേക്കണല്ലേ. അവിടെ നല്ല പഴുത്ത് നിൽക്കണം ഇഷ്ടം പോലെ. പോലെയായിട്ട് വെള്ളമൊക്കെ തയ്യാറായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന മുന്തിരിത്തോട്ടം. മുന്തിരി തിരക്കില്ലാത്ത നന്നായി. നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു തോട്ടം വെച്ചേക്കുക. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോകും. അതെ, കുറെ ഫോട്ടോ എടുത്ത് ആർമാദിച്ച് ഞങ്ങള്. അത് കഴിഞ്ഞ് കുറെ മുന്തിരിങ്ങ കണ്ടു. പക്ഷേ അതിന്റെ അതങ്ങ് കുറെ അല്ലേ, കുറെ മാറിയെന്ന് തോന്നിപ്പോ. പണ്ടിപ്പോ പല വീഡിയോയിലും അധികം വരാറില്ല. കുറച്ച് 2 വർഷം മുമ്പായിരുന്നു ഇങ്ങനെ. കോവിഡ് കഴിഞ്ഞ സമയത്തായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി. നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി. നല്ല മുന്തിരിത്തോട്ടം കണ്ടു. അത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് കൃഷിയാന്ന് പറഞ്ഞത്. ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമായിരിക്കും, എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടിട്ടല്ലേ നല്ലൊരു 3-4 വർഷം കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ട്. തണ്ട് കണ്ടിട്ട് മഴ പയ്യെ ചാറാൻ തുടങ്ങും. ഞങ്ങള് അളിയൻ പറഞ്ഞത് ഇനി ഇവിടുന്ന് ഇപ്പൊ പോവുകയാണെങ്കിൽ മൂന്നാറിനെ കവർ ചെയ്യാനുള്ള സമയമുണ്ടെന്ന്. പുള്ളിക്ക് നമ്മൾ മൂന്നാറിലൊന്നും കൊണ്ടാകാതെ ഉറക്കം മതിയല്ല. എന്നാലും ചുമ്മാ ഞായറാഴ്ച ഡ്രൈവാ, ഒരു രസം എൻജോയ് ചെയ്യാം. പറ്റുവാണെങ്കിൽ മൂന്നാറിനെ കവർ ചെയ്യാം. അപ്പൊ ചലോ മൂന്നാറല്ലേ? അന്ന് വഴിക്കാൻ പോയ മൂന്നാറിലെത്തിയല്ലോ. തകർത്ത് കഴിഞ്ഞോ ഫോട്ടോ എടുത്ത്? കൊലയായിട്ടുള്ളൂ അല്ലേ?
ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ മുന്തിരി, ഇങ്ങനെ പഴുത്ത മുന്തിരി മാത്രം കൊലയായിട്ട് നിൽക്കും. എനിക്കിനി ഇടയ്ക്കുള്ള ഈ ചീത്ത ഉള്ള കൊലകളും അതുപോലെ തന്നെ പേടായിട്ട് നിൽക്കുന്ന കൊലകളൊക്കെ അവർ മുറിച്ച് കളയുമായിരിക്കും. അങ്ങനെ ആ ഷോപ്പീസ് പോലെ നല്ല ഭംഗിയായിട്ട് ഭംഗിയുള്ള കൊലകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഇത്രയ്ക്കും ഭംഗിയായിട്ട് നിൽക്കുന്നത്. വലിയ കൊലകൾ മാത്രം നിർത്തുന്നത്. ഒറ്റയ്ക്ക് ചെറിയ ചെറിയ കൊല പോലും കാണുന്നില്ല. ഇത് ഇങ്ങനെ 1-2 അല്ലാതെ അതിന് വലിയ കാര്യമായിട്ട് അല്ലേ, അതായിരിക്കും അത് ഇടയ്ക്കാമല്ലോ. ബാക്കിയുള്ളതൊക്കെ അവർ കുറച്ച് കളയുമായിരിക്കും. ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം ഇങ്ങനെ ഒരേ സമയത്ത് പാകമായിട്ട് നിൽക്കുന്ന പറഞ്ഞ പോലെ, വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്ന പറഞ്ഞ പോലെ നിറച്ചുണ്ട് ഇവിടെ. മുന്തിരിക്കാഴ്ചകൾ, വേറിട്ട കാഴ്ചകൾ, മുന്തിരിക്കാഴ്ചകൾ അല്ലേ. പാടായാലും നല്ല ഭംഗിയായിട്ട് പുല്ലൊന്നും ഇല്ലാതെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കണ ഒരു അല്ലേ, നല്ല കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടേക്കുന്നത്. നല്ല അതിൻ്റെ അപ്പുറത്ത് പുതിയ തൈകൾ വെച്ചും വിടുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എന്ത് ഭംഗിയായിട്ടാണ് അത് നോക്കിയേ. ലൈറ്റ് ഒരു ഇച്ചിരി കുറവുണ്ട്, എന്നാലും സംഭവം കാണാം. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫെൻസിൻ്റെ അപ്പുറത്ത് അവർ പുതിയ തൈകൾ വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് കാണാം. തൈകൾ വെച്ച് ഫസ്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വീണ്ടും മുന്തിരി കാഴ്ചകൾ. ഇവിടെ കൂടുതൽ എനിക്ക് ഇവിടെ വിളവെടുപ്പ് ആയില്ല എന്ന് തോന്നുന്നു. ഇവിടെ അവിടത്തെക്കാളും കൂടുതൽ. അവിടെ കുറച്ച് ഒറ്റപ്പെട്ട് നിൽക്കുക. ഈ സെക്ഷനിൽ എടുത്ത് കാണിയില്ല അവർ. ഇതെങ്ങനെ നനയ്ക്കുന്നതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇതിൻ്റെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ചോട്ട് മാത്രം വെള്ളം വന്നേക്കാൻ ശ്രദ്ധിച്ചോ. ആ പൈപ്പ് കൂടെ അല്ലേ, ശരിയാ, ഈ ട്യൂബിൽ കൂടെ വെള്ളം വന്നില്ലേ, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലേ. അപ്പോൾ വെള്ളം ലാഭിക്കുകയും ചെയ്യാം. ഈ മുകളിലത്തെ കറുത്ത ട്യൂബ് കണ്ടോ കണ്ടോ. എന്നിട്ട് എന്നിട്ട് ഓരോന്നിൻ്റെ ചോടിലേക്കും ട്യൂബ് ഇട്ടിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തേക്കും. അപ്പോൾ അതിൻ്റെ ചോട് മാത്രമേ നനയുള്ളൂ. വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. കൃത്യം നമ്മുടെ അതിന് മാത്രം. ഇവിടെ കൂടുതൽ, അവിടെ വിളവെടുത്തില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ പറിക്കില്ലെന്ന് പറഞ്ഞ പിന്നെ പറിക്കില്ല. അത് കുഴപ്പമില്ല. അത് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് അത് വീഡിയോ വന്നിട്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് തകർത്തോ? ഫോട്ടോ എടുത്ത് തകർത്തോ? അത്യാവശ്യം അല്ലേ. ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് എന്താ നല്ല എന്നതുണ്ട്. ആ അത് ഇപ്പത്തെ തന്നെ നിന്ന് മൂത്ത് പഴുത്ത നല്ല. ഇതിപ്പോ തന്നെ ഒരു ഇച്ചിരി അല്ലേ, ഇതിപ്പം അല്ലേ അധികം നാളെ ഇരിക്കുവായിരിക്കും. ഇതിപ്പോ തന്നെ ഇച്ചിരി ഒരു ഓവറായി പായ പോലെ തോന്നണോ? അത് മഴയായിട്ടാണോ? മഴ പെയ്യണ കാരണമാണോ? അത് വിഷം അടിച്ചാലാ വെളുത്ത പാട്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ ഈച്ചയൊന്നും ഇല്ലല്ലോ. ഇത്ര ഉണ്ടാകുമ്പോൾ എന്തുമാത്രം ഈച്ച വരണ്ട. അതിൻ്റെ കാരണം എന്നാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫ്രഷ് ആയിട്ട് പോയിട്ട് പറിച്ചോണ്ട് വന്ന ഇത് 2 വണ്ടി ഫില്ലായോ? തോട്ടത്തിൽ നിന്ന് ഫ്രഷ് ആയിട്ട്. അവിടെ എന്നാ അധികം ഉള്ളത്? അങ്ങോട്ട് അവിടെ നിന്ന് എടുക്കുകയല്ലേ? സെയിമാ? അല്ല, അവിടെ നിന്ന് എടുക്കത്തില്ല. അവിടെ ഒത്തിരി മോറുണ്ടല്ലോ, ഒത്തിരി ഉണ്ടല്ലോ. ഓ, വ്യാപാരി. ഓക്കെ ഓക്കെ ടൺ കണക്ക്. അപ്പോൾ അതാണ് അവിടെ മാറ്റി വെച്ചേക്കാം എൻ്റെ കാര്യം. പിന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകും. പക്ഷേ ഇവിടെ മൂന്നാർ ചെല്ലുമ്പോ അവിടെ എല്ലാം ഉണ്ടാവുമോ? കോടയല്ലാതെ അവിടെ ഉള്ളതൊക്കെ അവിടെ ഉണ്ടാവും. അതെ, ഉണ്ട്. കാണാൻ പറ്റുമെന്നുള്ള ചോദ്യം. കാണാനല്ലേ, നമുക്ക് മുമ്പിലുള്ളതൊക്കെ കാണാം. അതെ,
അടുത്ത് വന്നാൽ പിന്നെ അധികം കാണാൻ പറ്റിയല്ല. നമ്മൾ പകല് ചെന്നാലും കാര്യമില്ല. അതില്ല. അപ്പം നമുക്ക് കാണാൻ നമ്മള് 8 മണിക്കത്തെ മൂന്നാർ വ്യൂവില്ലേ അത് നമുക്ക് കാണണം. അതിനുവേണ്ടി അപ്പൊ ഇന്ന് പോകണം. പകല് ഉച്ചക്ക് കണ്ടിട്ട് കാര്യമുണ്ടോ? അതില്ല. സൂര്യത്തിന്റെ ഇത് കാണണം. അവിടെയും രാത്രി ഇരുട്ടായിരിക്കും അല്ലേ? അവിടെ രാത്രി ഇരുട്ടാണ് നമ്മൾ നോക്കണം. മൂന്നാറ്റിൽ ചിലരൊക്കെ പറഞ്ഞു ചില സമയത്ത് അവിടെ നിലാവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമുക്ക് പോയി കാണാം. 1 മണിക്കൂറുണ്ട് ഇവിടുന്ന് നെടുങ്കണ്ടത്തിന്റെ. സമയമായി 5:30. 6:30 ആകുമ്പോ എത്തിക്കോ? 6:50 എനിക്ക് ചാടിക്കണ്ടേ? പിന്നെ ടിന്നുമോന്റെ ചായക്കട തോന്നൂലേ? 2 സൈഡിലെ ഏലത്തോട്ടം അല്ലേ? ഏലത്തിന് ഇപ്പൊ വിലയുണ്ടോ പഴയ പോലെ? കുരുമുളക് എന്തിനാ കുരുമുളകാണോ പോണത്? കുരുമുളകിന് വില കുറവാണോ? എല്ലാം കുഴപ്പമില്ല. അങ്ങനെ കയറി ഇറങ്ങി നിൽക്കുമല്ലോ. സ്പൈസസ് അല്ലേ? അങ്ങനെ കയറി ഇറങ്ങി അതേപോലെ ഏലം സ്റ്റോക്ക് ചെയ്യും. ഏലത്തിന് ഉണങ്ങി വെക്കാമല്ലോ അല്ലേ? അത് സ്റ്റോർ ചെയ്യും. അത് എയർ മറ്റേ എയർ എടുക്കാത്ത സ്ഥലത്ത് എയർ ടൈറ്റായിട്ട് പ്രോസസ് ചെയ്ത് അത് വർഷങ്ങളൊരു 200. എത്ര നാളിരിക്കുന്നത്? വർഷങ്ങളൊരു 200. എത്ര വർഷം ഇരിക്കും അങ്ങനെ ഇരിക്കാൻ കുറെ വർഷം ഇരിക്കും. ആ ബേസിലൊക്കെ അവർ ഒത്തിരി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് വില കൂടിയ സമയത്ത് തൂക്കത്തിൽ വ്യത്യാസം വരികയല്ലേ? അല്ല ഉണക്കിയല്ലേ വെക്കണേ. വ്യത്യാസം വരില്ല. ഇതിരിക്കനുസരിച്ച് ഉണക്ക് കൂടിയല്ലേ? അങ്ങനെ ഉണ്ടോ? ചെറിയ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. ഉണക്കിയല്ലേ വെക്കണേ. ടയറിലിട്ടല്ല ഉണക്കണേ. അതിന്റെ മോയ്സ്ചർ കംപ്ലീറ്റ് എടുക്കുമല്ലോ. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വ്യത്യാസം വരാനില്ലല്ലോ. പൂക്കവും പിടിക്കുമൊന്നുമില്ല. ഇല്ല, പൂക്കാനിരിക്കാൻ വേണ്ടി അവിടെ എന്തോ മരുന്ന് കഴിക്കും. ഇടയ്ക്ക് മരുന്ന് അടിച്ചു കൊടുക്കും. ഇത് എയർ കയറരുതെന്നാണ് പറഞ്ഞത്. ഇവിടെ മൊത്തം തണുപ്പുള്ള സ്ഥലമല്ലോ. ഏതാണ്ട് കറക്റ്റ് തന്നെ പ്രോസസ് ഇങ്ങനെ വന്നാലും ഒത്തിരി ടണ്ണാണ് അത്യാവശ്യത്തിന് മാത്രം വിറ്റിട്ട് ബാക്കിയുള്ളത് അല്ലേ വില കൂടാൻ വേണ്ടി വെച്ചോണ്ടിരിക്കും. വില കൂടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാവശ്യത്തിനൊക്കെ ഉപകരിക്കുമല്ലോ. നമ്മൾ ഗ്യാപ്പ് റോഡിൽ പോണത്. ഇവിടെ മൂന്നാറിൽ രാത്രി ഇട്ട് തന്നെയല്ലേ? അപ്പൊ നമ്മള് എന്നാ കാഴ്ചക്കാരെ കാട്ടി കൊടുക്കണത്? ഇതിന് മുമ്പ് വന്ന വീഡിയോ ഉണ്ടല്ലേ, അതിനകത്ത് ഇട്ട് കൊടുത്താലോ? നമുക്ക് ഇതിന് മുമ്പ് വന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഗ്യാപ്പ് റോഡിൽ എടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ കാണുന്നത്. 7 ആയതേ ഉള്ളൂ, പക്ഷെ ശരിക്കും ഇരുട്ടായി. നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ ഇച്ചിരി നേരം കാണുക. ഞങ്ങൾ തിരിച്ചു വരാം. എന്നാലും മോശമായതിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഫാം യാർഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയേക്കുന്നത്. നല്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് സ്പേസും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പോയി നോക്കാൻ നോക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. ബീനൊക്കെ ഉണ്ട്. അവർ ഓൾറെഡി ഓർഡർ ചെയ്ത്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മുങ്ങി, ഒരു 10 മിനിറ്റ് മുങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമുക്ക് ഫുഡിലേക്ക് കടക്കാം. എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്നാ പൊറോട്ട റൈ എന്നാ പൊറോട്ട ഉള്ളത്? മഴ അറിയോ? ഇല്ല, മഴ. കേരള പൊറോട്ട ആർക്കാ വേണ്ടേ? കേരള പൊറോട്ട രണ്ടാമത്തെ പൊറോട്ട എന്നാ പറഞ്ഞ? വീറ്റ് പൊറോട്ട. ഓ, ഇനി ഫുഡ് വരാനുണ്ട്. ഓക്കെ വരാനുണ്ട് സാധനം. കറിയും വരാനുണ്ട്, ബട്ടർ ചിക്കൻ വരാനുണ്ട്. ഞങ്ങൾ നിപ്പം കഴിച്ചിട്ട് ഓടി പോന്നു. നിർത്തിയോ? സത്യമായിട്ട് നിർത്തിയോ? അതെ, 4 പീസ് കഴിച്ചോ? ഞങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി കട്ടിയുണ്ട്. അതാ ഞങ്ങൾ ഒരു കൺഫ്യൂഷൻ വന്നേ. ഫുഡ് അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് അല്ല, ഒരു നോർമൽ ഫുഡ് അല്ലേ. ബീഫിനുള്ളത് ബീഫ്
ഒരു ബീഫ് ഫ്രൈ. പിന്നെ ബീഫ് കഴിച്ചില്ല പിന്നെ എന്നാ. എൻ്റെ കസിൻ ഉണ്ട്, പുള്ളി ഇപ്പം ന്യൂയോർക്കിലാണേ. പുള്ളി നല്ല നല്ല ഫിഗറാണ്. അപ്പോൾ പുള്ളി ഒരു ബാറിലെ മാനേജരായിരുന്നു ഇവിടെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അവരിങ്ങനെ സണ്ണി എന്നിട്ട് അത് അപ്പം അവർ ഈ ഇടയ്ക്ക് ഈ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോകും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി. അന്ന് എറണാകുളത്തെ കണ്ടുപോട്ടെ, അവിടെയാണ് ഇതിൻ്റെ പോയി എടുക്കണത്. അന്നേരം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ രാമങ്കലത്തെ കണ്ട് പോയിട്ട് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ കയറിയിട്ട് ഊണ് കഴിക്കും. അപ്പം വണ്ടി നിറച്ച് കള്ള കേസിനകത്തിരിക്കുമോ ഞാൻ. എന്നിട്ട് കൈ എടുത്തിട്ട് ഒരു പൈൻറ്റിങ് എടുക്കും, അത് കുടിച്ചിട്ടാണ് അവർ ഊണ് കഴിക്കാൻ പോണത്. അത് അവസാനം ഊണ് കഴിച്ച് നിർത്തുന്നത് ഒരു ബീഫ് ഫ്രൈയാണ് നിർത്തുന്നത്. അപ്പം ഈ കടക്കാരന് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളി ഇവിടുത്തെ SI ആന്ന് പറഞ്ഞേക്കുന്നത്. കടക്കാരൻ അവസാനം ഈ തോർത്ത് പിടിച്ചോണ്ട് നിൽക്കുക, പുള്ളി കൈ കഴിയുമ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ പോയതാ, പുള്ളി ഇപ്പൊ ന്യൂയോർക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ. അവസാനം നമുക്കൊരു ബീഫ് ഫ്രൈയില് ഡിന്നർ നടത്താം. അല്ലല്ല രാഴ്ചയുടെ അനിയനായത്. മൂന്നാണും 3 പെണ്ണും. 3 പെണ്ണും. സണ്ണി ഞാനൊക്കെ പോയ സമയത്ത് പോയതാ. തന്നെ കണ്ടിട്ടില്ല നമ്മള്. അത് പറഞ്ഞേ. ഇപ്പൊ ഈ എണ്ണ വീഡിയോ കാണണമെന്ന് പറഞ്ഞ ഇതാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയില് ഇവരൊക്കെ എല്ലാരും ഉണ്ട്, ന്യൂയോർക്കിൽ പോയപ്പോൾ. ഇവിടെ നിങ്ങൾക്കും കാണണമെങ്കിൽ ആ വീഡിയോയിൽ ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോ ഉണ്ട്, അതിന്റെ ഞാൻ ലിങ്കിനകത്ത് ഇടാം, അന്ന് കണ്ടു നോക്കാം. ഈ സണ്ണി ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരില്ല. അത് നിങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്യണം. അതെ, ഇത് ബൂസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങൾ ഇനി സമാധാനമായിട്ട് ഈ ഡിന്നറൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ദയവായിട്ട് ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഉണ്ട്, ഞങ്ങൾ പല ട്രിപ്പുകളും 2-3 ദിവസം 3-4 ദിവസം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പല ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളും കാണുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസും മറന്നു പോകല്ലേ. അപ്പോൾ ഞങ്ങളോട് നിർത്തിക്കോട്ടെ. ഹാവ് എ ഗുഡ് നൈറ്റ്, ബൈ.